ഇനി ഡയാനയുടെ ഓണർഷിപ്പ് തിരിച്ചു കിട്ടാൻ നീ ഒരു കേസ് ഫയൽ ചെയ്യണം. ഈ ശ്രാവൺ വക്കീലാണ് എനിക്ക് വേണ്ടി കേസ് വാദിക്കാൻ പോണത്. എടാ ഞാൻ തോൽക്കാനായിട്ട് ഒരു കേസ് കൊടുക്കണമെന്നാണ് നീ പറയുന്നത്. അതെ, ഞാൻ കേട്ടു, എല്ലാം കേട്ടു. സി, ഞാൻ അത്ര താഴേക്കിടയിലുള്ള വക്കീലല്ല മിസ്റ്റർ. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. പ്രിൻസേ, നമുക്കിപ്പോ വേണ്ട വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ, അതിനെയാള് മതി മുന്നിൽ നിർത്താൻ. യു മീൻ ശിഖണ്ഡി? യാ, സി. കേസ് ജയിക്കാൻ നല്ലൊരു ടീമിനെ ഇയാളുടെ പിന്നെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി. അപ്പൊ ഡയാന ഏതാനാ? അല്ല, എന്റെ ഡയാന നായ. ആ നായ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ട് പോലീസിന്റെ മേൽനോട്ടത്തിൽ. അതിന് എലിസബത്ത് മേഡം സമ്മതിച്ചോ? ഇല്ല, മറ്റേ ഡയാന സമ്മതിച്ചു. നീ അറസ്റ്റിലായിരുന്ന സമയത്ത് 2 സംഭവങ്ങൾ നടന്നു. താങ്ക് യു വെരി മച്ച് ഡയന, ഈ ഫൈറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്തേന്. മൈ പ്ലഷർ. പിന്നെ അതിന് പകരമായിട്ടാന്ന് വിചാരിക്കരുത്. എനിക്ക് മാഡം ഹെൽപ്പ് ചെയ്യണം. ആ ഡോഗിനെ ഞങ്ങൾക്ക്, എനിക്ക് വിട്ടുതരണം. വാട്ട്? മാഡം ഇപ്പൊ ഇതിനെ കൊണ്ടുപോയാ ഷൂട്ട് മുടങ്ങും. ചിലപ്പോ എന്റെ കരിയർ തന്നെ ഇല്ലാതാവും. പ്ലീസ്, ആ ഡോഗിനെ എനിക്ക് തരണം. നോ 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 നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതൊക്കെ ഇതുകൊണ്ട് ശരിയാവും മാഡം. വാട്ട്സ് ദിസ്? നമസ്കാരം. ഹായ്. മേഡം മൃഗസ്നേഹിയാണോ? യെസ്, ഓഫ് കോഴ്സ്. ഐ ലവ് പെറ്റ്സ്. അതുകൊണ്ടാണല്ലോ ഇത്രയും കഴിവും സ്നേഹമുള്ള ഒരു ഡോഗിനെ ഞാൻ വാങ്ങിയത്. 25 ലക്ഷം മുടക്കി കനയൻ ഡയാനയെ സ്വന്തമാക്കിയതിന് പിന്നിൽ മൃഗസ്നേഹം മാത്രമായിരുന്നോ പ്രചോദനം? അല്ല, ആ മിണ്ടാപ്രാണിയുടെ ജീവിതം നേരിട്ടറിഞ്ഞവള ഞാൻ. ഒരാൾ അതിനെ ചെറുപ്പത്തിലെ തട്ടിയെടുത്തു. ക്രൂരമായ പരിശീലനങ്ങൾക്കൊടുവിൽ അതിനെ ഒരു പെർഫോമിംഗ് ആനിമൽ ആക്കി. പണത്തിന് വേണ്ടി താങ്ങാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു. അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ്, ഒരു സഹപ്രവർത്തകയെ പോലെ ഞാൻ കരുതുന്ന അതിനെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന്. അതിനുള്ള അവസരം വന്നപ്പോ ചെലവാക്കുന്ന പണത്തിന്റെ കണക്ക് നോക്കാതെ ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ. മാഡം കനയൻ ഡയാനയെ പ്രിൻസിൽ നിന്ന് രക്ഷിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത്? ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ അവള് ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. കേസ് ഞാനൊന്ന് ജയിച്ചോട്ടെ. അതെനിക്കിവിടെ അല്ല, ഞാൻ പ്രാർത്ഥിച്ച് എങ്ങനെങ്കിലും ജയിപ്പിച്ചോളാം പ്ലീസ്. ഞങ്ങൾക്ക് അത്യാവശ്യമായി ചില ഗ്രൗണ്ട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. നീ വേഗം മുത്തുന്റെ അടുത്തോട്ട് ചെല്ല്. അവനും വേറെ രീതിയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നിനക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ചെല്ല്. ഇതാ സാർ. നമസ്കാരം സാർ. ഇതാണ് പ്രിൻസ്. നമസ്കാരം. നൈസ് മീറ്റ് യു. ഐ എം വർഗീസ് സുമൻ, എലിസബത്തിന്റെ ഹസ്ബൻഡ്. അറിയാം സാർ, മുത്തു പറഞ്ഞിട്ടുണ്ട്. തന്നെ കുറിച്ച് മുത്തു എന്നോട് പറഞ്ഞിട്ടുണ്ട്. വരും. അപ്പൊ UK-ക്കുള്ള വിസ കിട്ടാൻ വേണ്ടിയാണ് താൻ എന്റെ വീട്ടിൽ കെയർ ടേക്കറായിട്ട് ജോലിക്ക് വന്നതല്ലേ? അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില് അതിങ്ങനെ വളർന്ന് ഒടുക്കം കോടതിയിലും പോലീസും ഒക്കെ ആയി എത്തി നിൽക്കുന്നു. ഒന്നും ഇവനായിട്ട് വരുത്തി വെച്ചല്ല, സംഭവിച്ചു പോയതാ. സാർ ഇതിലൊന്നും ഇടപെടണം. അല്ലെങ്കിലും പ്രോബ്ലത്തെ കുറിച്ചല്ല, സൊല്യൂഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. തനിക്ക് UK-ലേക്ക് പോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. പകരം ഡയാനയുടെ ഓണർഷിപ്പിനായി താൻ കൊടുത്ത കേസ് പിൻവലിക്കണം. എലിസബത്ത് തനിക്കെതിരെ കൊടുത്ത കേസും വിഡ്രോ ചെയ്യാം. എന്തു പറയുന്നു? ബി പ്രാക്ടിക്കൽ പ്രിൻസ്. വെറുതെ ആ പട്ടിയുടെ പിന്നാലെ പോകാണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്ക്. വേണ്ട സാർ, ഡയാന ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. കേസുമായി മുന്നോട്ട് പോയാൽ അറിയാലോ, തെളിവുകളൊക്കെ തനിക്കെതിരാണ്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ യു വിൽ ബി ഇൻ ബിഗ് ട്രബിൾ. ഞാൻ ജയിലിൽ പോവായിരിക്കും, എന്നാലും സാരമില്ല സാർ. വാടാ. നമ്മൾ പറയാറില്ല സാർ, ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പുറകെ വരാനൊരു പട്ടി പോലും ഉണ്ടായില്ലെന്ന്. പക്ഷേ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല സാർ. കാരണം എൻ്റെ പുറകെ വരാൻ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതാണ് ഡയാന. അവളെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ല സാർ. സാറിനറിയോ, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൾ ഭക്ഷണം പോലും കഴിക്കില്ല. വല്ല അസുഖം വന്ന് ചത്തുപോവുള്ളൂ. അതൊക്കെ തന്നെയാവും അവളെ കാശ് കൊടുത്ത് വാങ്ങിയവരുടെ ലക്ഷ്യം. അത് ഞാൻ സമ്മതിക്കില്ല സാർ. അങ്ങനെ അവളെ ചാവാൻ എറിഞ്ഞു കൊടുത്തിട്ട് UK-ലേക്ക് പറക്കാൻ ഞാനില്ല. തീരുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഒരുമിച്ച് അങ്ങോട്ട് തീരട്ടെ. വാടാ. വരട്ടെ സാർ. തൊടുന്നതെല്ലാം കുരിശാവാനുള്ള കർത്താവേ. ശരിയാ, കുറച്ചുകൂടി കേറി നിന്നാ അത് കറക്റ്റാ. ഇതാരാ എന്റെ മുതുകത്ത് ചാരി വെച്ചേ? വരുന്നുണ്ട്. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഇത് അമേരിക്കയിലെ ഒരു കേസിന്റെ ഡീറ്റെയിൽസാ. പിടിച്ചേ. ഇതെന്തിനാ എനിക്ക്? അല്ല, താനല്ലേ വക്കീല്. ഓ, അത് ശരിയാണല്ലോ. സോറി. ഒരു ഹിന്ദി പ്രൊഡ്യൂസറിനോട് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ നിന്റെ കേസിന്റെ കാര്യം ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ ഈ കാര്യം പറഞ്ഞത്. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. ഇതെന്താണെന്ന് ഇപ്പൊ ആരോട് ചോദിക്കാൻ? യുവർ ഓണർ, ഈ കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ
ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നേരിട്ട് ബോധിപ്പിക്കാൻ എന്റെ കക്ഷിയെ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മാത്രം പെഡ്ഡോഗാണ് ഡയാന. ഡയാനെ മറ്റൊരാൾക്ക് വിൽക്കാൻ എലിസബത്ത് മാഡത്തിന് ഒരു അവകാശമില്ല സാർ. അത് തീരുമാനിക്കേണ്ടത് താങ്കളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ്. ഒബ്ജെക്ഷൻ യുവർ ഓണർ. എന്താ കോടതി തീരുമാനിക്കുന്നതിലാണോ ഒബ്ജക്ഷൻ? സോറി യുവർ ഓണർ. ഇവിടെ എന്തിനാ ഒബ്ജക്ഷൻ പറയുന്നത്? ഒബ്ജെക്ഷൻ കോടതിയിലാണ് പറയാനുള്ളത്, അല്ലാതെ ഇയാളുടെ വീട്ടിൽ വന്നിട്ടല്ല. അമ്മ മാത്രം വിചാരിച്ചാൽ കുഞ്ഞ് ജനിക്കില്ലല്ലോ സാർ. അതിനൊരച്ഛനുണ്ടാവണം. ഡയാനയ്ക്ക് അച്ഛനുണ്ട്. ഒരു DNA ടെസ്റ്റിനുള്ള അനുവാദം തന്ന അവൾ എൻ്റെ അന്ന് ഞാൻ തെളിയിക്കാം. Oh my God, you bloody! ഓഹോ, താങ്കളാണ് അതിന്റെ അച്ഛൻ. താങ്കളുടെ DNA ടെസ്റ്റ് ആണോ നടത്തേണ്ടേ? മിസ്റ്റർ അനിൽ, മൈൻഡ് യുവർ വേർഡ്സ്. സോറി യുവർ ഓണർ. എൻ്റെയോ സാറിൻ്റെ അല്ല, വേറൊരാളുടെ. ഇതാണ് സാർ ടോബി, കാഴ്ചശക്തിയില്ലാത്ത ഈ പെൺകുട്ടിയുടെ ഗൈഡ് ഡോഗ്. ഈ ടോബിയുടെ കുട്ടിയാണ് ഡയാന. ഒബ്ജക്ഷൻ യുവർ ഓണർ. ക്രോസ് ബ്രീഡ് ചെയ്യപ്പെടുന്ന അനിമലാണ് ഡോഗ്. ഒരു DNA ടെസ്റ്റ് നടത്തി അതിന്റെ ലീനിയേജ് കണ്ടെത്താൻ ഒരിക്കലും കഴിയില്ല. കേസ് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇദ്ദേഹം എവിടെന്നോ ഒരു പട്ടിയെ കൊണ്ടുവന്ന് കാണിച്ച് വെറുതെ കോടതിയുടെ സമയം പാഴാക്കാൻ ശ്രമിക്കുകയാണ്. യുവർ ഓണർ, DNA ടെസ്റ്റ് മനുഷ്യർക്ക് മാത്രമേ പാടുള്ളൂ എന്നൊരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. DNA ടെസ്റ്റിലൂടെ ഇതിനു മുമ്പും നായുടെ ലീനിയേജ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കയിൽ എവിടെ നടന്ന ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇദ്ദേഹം ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി? എന്ത് പ്രസക്തി എന്ന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക. അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരുപോലെയല്ലേ സാർ? പിന്നെ അമേരിക്കയിൽ മാത്രമല്ല സാർ, ഈ അടുത്ത് പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയും ഒരു പശുവിന്റെ ഉടമസ്ഥാവകാശ തർക്കം തീർപ്പാക്കാൻ DNA ടെസ്റ്റിന് ഉത്തരവിട്ടിരുന്നു. That's all, Your Honor. DNA ടെസ്റ്റ് സാങ്ഷൻ. K9 ഡയനെ പോലീസ് സംരക്ഷണത്തിൽ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാനുള്ള അനുവാദവും കോടതി നൽകുന്നു.